ഒരു സൺഡേ വ്ളോഗ് ചെയ്യുമോ എന്ന് എന്നോട് ചോദിച്ചോട്ടെ. കുറേ പേരൊന്നും ചോദിച്ചിട്ടില്ല, ആകെ ഒരാളാണ് ചോദിച്ചത്. പിന്നെന്താ ചെയ്താലെന്താ, ആ ആളുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു രാവിലെ ഇതാ ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇങ്ങനെ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് എല്ലാം ഒരു മന്ദഗതിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ പുട്ടിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടൊരു മിക്ക ദിവസം ഞങ്ങൾക്ക് പുട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പുട്ടിനാണ് കുറച്ച് കാര്യം. നന്ദൂന് പുട്ടാണെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ എല്ലാം കൂടി രാവിലെ മൊത്തം കെട്ടി മറിഞ്ഞ ഒരു സംഭവമായിരിക്കും. എപ്പോഴും രാവിലത്തേതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ എന്താക്കണം എന്നുള്ളത് അത് എപ്പോഴും ഒരു പ്രശ്നമാണ്. എന്താ പുട്ടിലിങ്ങനെ പൊടിയിടുമ്പോഴേക്ക് അടിക്കടി പോകുന്നിട്ടാ, ചില്ല് മര്യാദക്ക് വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം ഞാൻ എന്താ എന്നെ ഇങ്ങനെ നോക്കിയപ്പില്ലേ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടോ എന്ന്. കുറച്ച് മധുരമൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. മധുരത്തിൻ്റെ ഒരാളാണ് ഞാൻ, പക്ഷേ കുറച്ച് ഷുഗർ കുറച്ചിട്ടുണ്ട്. നമ്മളെ ചേട്ടായി ഇങ്ങനെ കുടുംബത്തിലൊരു ഷുഗർ കട്ട് തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും അതിനോടൊരു താല്പര്യമുണ്ട്. ഞാൻ ഫുള്ളായിട്ടില്ലെങ്കിലും കുറച്ച്. അപ്പോൾ ഇന്നെന്തായാലും പുട്ടിൻ്റെ കൂടെ പഴം പിടിക്കാമെന്ന് വിചാരിച്ച്. എപ്പോഴും ഈ കടലക്കറിയും അതും ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് പഴത്തിൽ പിടിച്ചേട്ടാ. ഓരോ ദിവസം ഓരോന്നിങ്ങനെ മാറി എടുക്കണം. മോർണിംഗ് ആണല്ലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടാസ്ക്. കാരണം ഇതൊരു ഭയങ്കര പ്രശ്നമാണെന്നേ. രാവിലെ എന്താക്കിയാലും ഒരു ടൈമിന് ഇഷ്ടപ്പെടില്ല, ഒരു ടൈമിന് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ തട്ടൊക്കെ തുടച്ച് വെച്ച് ഇനി ഇപ്പോൾ അലക്കൽ പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വെയിൽ കണ്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചേക്കാണ്. നമ്മൾ അമ്മൂൻ്റെ തനുവാവേൻ്റെ പരിപാടിക്കെല്ലാം പോയപ്പോൾ ഉടുത്തൊരു സെറ്റും കൊണ്ടാട്ടാ. ഫുൾ കൈ ബ്ലൗസ് ആർക്കും അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. അമ്മൻ്റെ ഒക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത് കേട്ടോ. സോറി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് ഞാൻ വെട്ടി ചെറുതാക്കി ഹാഫാക്കിയാലോ എന്ന് ആലോചനയിലുണ്ട്. അപ്പോൾ ഒരുത്തരതാ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓരോ മുട്ടിയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നല്ല പുതച്ച മൂടി കിടക്കുകയാണ്. ഞാൻ അവിടെ ഇരുന്നില്ല പോലും. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, അവിടെ ഒരു ചെറിയൊരു അരിമ്പാറ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫിറോസ് ഖാൻ്റെ വീഡിയോയിൽ പറഞ്ഞു ചുണ്ണാമ്പും അപ്പക്കാരവും കൂടി അതുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുമെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ അരിമ്പാറിനെ കളയാനുള്ളൊരു പരിപാടിയിലായിരുന്നു. നീറിയിട്ട് വയ്യാട്ടാ. പുറത്ത് നല്ല മഴ, വിയപ്പൊക്കെ എണീച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മ അവിടെ നടക്കുന്നുണ്ട്. നല്ല മഴയാട്ടാ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. സോഡാപ്പൊടിയും ചുണ്ണാമ്പുമാണ് കേട്ടോ. ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ഒരു ഇറുക്കിൽ വെച്ചിട്ട് അങ്ങനെ വെക്കണതാണ്. അപ്പോൾ ആ മഴയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് ഒന്ന് ആസ്വദിച്ച് കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്ന് പുട്ടും പഴം ആയതുകൊണ്ട് വലിയൊരു പണിയില്ലല്ലോ. അപ്പോൾ ഞങ്ങളിവിടെ പതിവ് കട്ടൻ ചായയാണ് കേട്ടോ. ഞങ്ങൾ പാൽ ചായ രാവിലെ വെക്കൽ, രാവിലെ നല്ല വൈകുന്നേരം ആയാലും ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ വെക്കൽ കുറവാണ്. എല്ലാവർക്കും കഫക്കെട്ടിൻ്റെയും അതും പ്രശ്നമൊക്കെ കാരണം ഞങ്ങൾ കട്ടൻ ചായയാണ്. അപ്പം ഞാൻ മാത്രം ഒരു ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഷുഗർ കട്ടായതുകൊണ്ട് ആർക്കും മധുരം വേണ്ട. അപ്പോൾ എനിക്കൊരു പൂതിക്ക് ഞാൻ ചില സമയങ്ങളിൽ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോഴും അത് പൊട്ടി വീണ്, എന്നാലും കുഴപ്പമില്ല, അത് കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ പരിപാടിക്കുള്ള നമ്മളെ മത്തി അത് വാങ്ങിയിട്ട് തലേ ദിവസം ഞങ്ങൾ വാങ്ങിച്ചു വെക്കോട്ടെ. ഞങ്ങളിവിടെ മാട്ടൂരിൽ തലേ ദിവസം നല്ല ഫ്രഷ് മീൻ വരും. അപ്പോൾ പോയിട്ട് എല്ലാവരും മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് ചെയ്യൽ. വൈകുന്നേരം വാങ്ങിച്ച് അവിടെ വെക്കും, ഫ്രിഡ്ജിൽ വെക്കും. രാവിലത്തേക്ക് നമുക്ക് പണി എളുപ്പമായല്ലോ. അപ്പോൾ എന്തായാലും ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നന്ദുവിൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നന്ദു ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് കുഴപ്പമാക്കുന്നുണ്ട് കേട്ടോ. കാട്ടാക്കൂല, നശിപ്പിക്കുന്ന ആ ബോൾ ഇപ്പൊ വെള്ളത്തിൽ കളയും. പ്രായത്തിനനുസരിച്ചുള്ള കളി കളിച്ചാൽ പോരെ. ഇത് അതെന്തിനാ എന്റെ കാലത്തെടുത്ത് പോയത്. അങ്ങനെ ഇവിടുത്തെ ഒരു വേൾഡ് കപ്പാണ് ഇവിടെ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇടക്കിടക്ക് പന്തും കൊണ്ട് വരും. എന്നിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ എന്നെ ഇങ്ങനെ ചൊറയാക്കാൻ വേണ്ടിയിട്ട് ഈ അടുക്കളയിൽ തന്നെ വന്നിട്ടൊരു അടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ മൂട് ചെടിയെല്ലാം കേട്ടല്ലോ, ഞാൻ നല്ലോണം കൊടുക്കും. അത് ഞാൻ ഓണാക്കി വെക്കേ. ഞാൻ നന്ദനോട് ഞാൻ പറയല്ലോ മൂട് ശരിയല്ല, ഞാൻ ഒരക്കുന്നു. എൻ്റെ മേത്തോണ്ട് ബോള് തട്ടിയാണ്ടല്ലോ എനിക്ക് ദേഷ്യം എത്രയും വരും. മത്തി നല്ല ഫ്രഷ് മത്തി കേട്ടാ. ഇന്നലെ ഫ്രഷ് മത്തി ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മത്തി കൊളാക്കി. അതാ പറഞ്ഞിട്ട് പോയത് കേട്ടാ. കുഴപ്പമില്ല. ഇന്നലെ വൈകുന്നേരം പോയി ഞങ്ങൾ വാങ്ങിച്ചതാ. മത്തി ഒരു വികാരമാണല്ലേ. മത്തി എന്തായാലും ഇതുപോലത്തെ നല്ല സ്റ്റൈലും മത്തി കിട്ടിയാൽ ഞാനും വിടൂല കേട്ടാ. അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ മീനൊക്കെ മുറിച്ച് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. 3-4 പൊരിക്കാനും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ കറി വെക്കാനും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അല്ലാണ്ട് പിന്നെ എന്താ എടുക്കണ്ടേ അല്ലേ. സൺഡേ വ്ളോഗായാലും സൺഡേ ആയാലും മൺഡേ ആയാലും എന്തായാലും ഏത് ദിവസമായാലും നമുക്കിതൊക്കെ തന്നെ സ്ഥിരം പരിപാടി അല്ലേ. ഞാനിതുകൊണ്ടാട്ടോ ശരിക്കും പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാത്തത്. കാരണം നമ്മളെല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. വല്ല പ്രത്യേകത ഉണ്ടോ നമ്മളെ ദിവസങ്ങളിൽ? ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ എവിടെ എന്തൊക്കെ ചെയ്യണമെന്നാണ്, നമ്മൾ വീട്ടിലുള്ള ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. രാവിലെ എണീക്കുക, നമുക്ക് ഇതുപോലെ തന്നെ ചായ ആക്കുക, കടിയാക്കുക, എല്ലാം കറിയാക്കുക. അതുപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ ചോറ് വെക്കുക.
ഇത് നമ്മളുടെ ഒരു നിത്യേന നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് എന്ത് വന്നല്ലേ, പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞങ്ങോട്ട്. അപ്പോൾ കുറേ ആളിനോട് പറയണ്ട ചേച്ചി അങ്ങനെ ചെയ്തുകൂടെ ചേച്ചി. പക്ഷേ എന്താ നമ്മൾ ഈ ചെയ്യേണ്ടേ? എല്ലാ ദിവസവും ഇത് തന്നെ കാണിച്ച് നിങ്ങളെ വെറുപ്പിച്ചിട്ട് എന്താ കാര്യം? ഉള്ള സ്നേഹം കൂടി പോകും നിങ്ങൾക്ക് എന്നോട് അല്ലേ? അതും ശരിയാണ്. അപ്പോൾ എന്തായാലും ചുമ്മാ ഇന്നെന്തായാലും വെറുതെ ഒരു സമയം പോവുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നിങ്ങളോട് കുറച്ച് കുശലവും പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്, അതുകൊണ്ട് മാത്രം വന്നതാണ്. ഈ ഇടക്കാലത്തൊന്നും ഇനി ഞാൻ വരുന്നില്ല കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ഒന്നായിട്ട്. കാരണം ഒന്നുമില്ല അതിനകത്തൊന്നും കഴമ്പൊന്നുമില്ല. നമ്മൾ ഈ സ്ഥിരം ചെയ്യുന്നത് തന്നെ കാണിച്ചിട്ട് എന്താ വേണ്ടത്? അപ്പോൾ എന്തായാലും ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്ത് നല്ല ഇണറക്കുള്ള മത്തിയായതുകൊണ്ട് മുട്ടയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ടിനാണെങ്കിൽ നല്ല കടും മധുരം കേട്ടോ. എന്തൊരു മധുരമുള്ള ബീട്രൂട്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എരിവ് കുറച്ച് കൂട്ടിയിടണം എന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര മധുരം. പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും ഷുഗർ കട്ടൊക്കെ ആയതുകൊണ്ട് ഞാനെല്ലായിട്ടും ഇവിടെ കാര്യമാണ് പറഞ്ഞത്, നല്ല മധുരം കിട്ടുമ്പോൾ നല്ല സുഖമുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട് വായിൽ കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ എടുത്തിട്ട് ലേശം പാത്രത്തിൽ ആ ചൂടോടെ എടുത്തിട്ട് കഴിക്കും കേട്ടോ. കുറച്ച് നമ്മൾ ഉപ്പ് നോക്കണ്ടേ എന്തായാലും. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ മത്തിയും കൂടി പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ ചോറ് തിന്നൽ പരിപാടിയാണല്ലോ. ചോറ് തിന്നാൻ വേണ്ടി നന്ദു ഇവിടെ വന്നിരിപ്പുണ്ടായിട്ടാ. അപ്പം നമ്മൾ ടേബിളൊക്കെ ഇപ്പോൾ ഹാളിൽ ചെറിയ ടേബിളൊക്കെ ആയതുകൊണ്ട് ഒരാൾ ഇവിടെ വന്നിരിക്കും, ഒരാൾ അവിടെ ഇരിക്കും കേട്ടോ. അച്ഛനും മോനും ഒന്നിച്ചുള്ള സമയത്ത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ കഴിക്കൽ. അപ്പം നന്ദുനാണെങ്കിൽ ഇതാ മത്തിക്കറീൻ്റെ ചാറ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. മത്തി പൊരിച്ചതും കറിയിലൊന്നും ഉള്ള മത്തി അവന് പറ്റൂല കേട്ടോ. അപ്പം ഞങ്ങൾ ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നാളെ കളി പ്രമാണിച്ച് നാളെ സ്കൂൾ അവധിയാണെന്ന് പറഞ്ഞ് തിങ്കളാഴ്ച ലീവ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സന്തോഷ പ്രകടനം കേട്ടോ അത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കുന്നുണ്ട്. നല്ല വറവും മത്തിക്കറിയും മത്തിയൊരു പൊരിച്ചതും ഒക്കെ മതിയല്ലോ നമുക്ക്. ഉച്ചക്ക് ഇത്തിരി ചോറാ തിന്നു കേട്ടോ എല്ലാവരും ഒരു ഫുഡൊക്കെ കുറച്ചേക്കാണ്. ഞാൻ ഇത്തിരി അച്ചാറും കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ ഒരു കഴിക്കലും കൂടിയാണ് കേട്ടോ ഇത്. നന്ദു അപ്പുറത്തിരുന്ന് കഴിച്ച് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നന്ദുവിന് അവിടെ ഇങ്ങനെ ടാബൊക്കെ വെച്ചിട്ടിരുന്ന് ടി വി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെയൊക്കെ കിട്ടുന്ന കഴിക്കും കേട്ടോ. ഞാൻ മാത്രം പക്ഷേ കഴിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ കാണണമെന്നില്ല, ആഗ്രഹമൊന്നുമില്ല. ടി വി കാണണമെന്നും ഫോൺ കാണണമെന്നൊന്നുമില്ല. എനിക്കിങ്ങനെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഇതുപോലെ കളിക്കാനിരുന്നിട്ടാ ഞാൻ നന്ദു കൂടി. ഇതൊന്നും സ്ഥിരം പരിപാടിയൊന്നുമല്ല. ഇന്ന് ഞാൻ പിന്നെ പിടിച്ചവിടെ ഇരുത്തിയതാണ്. അപ്പം ഞാൻ ഫുൾ ഉടായിപ്പാണെന്നാണ് ഇവൻ പറയാനായിട്ടാ. പക്ഷെ ഞാൻ മനസ്സിലാ വാച്ച കർമ്മണ ഉടായ്പ ലേശം ഉടായ്പാണ് കേട്ടോ. അങ്ങനെ നന്ദു ആ ഉടായ്പൊക്കെ മനസ്സിലാക്കി ഇതാ വീണ് കിടന്ന് ബോധക്ഷയൊക്കെ വന്നു കേട്ടോ. ചെറിയ ഉടായ്പൊക്കെ കളിച്ചില്ലെങ്കിൽ പിന്നെ എന്തൊരു രസമുള്ള. അപ്പം ഞങ്ങൾ കളി പിന്നെ ഒന്ന് മാറ്റി പിടിച്ച് അത്ര തവളാച്ചിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളിച്ച ഒരു കാലം നമുക്ക് ഉണ്ടായിട്ടില്ലല്ലേ. ഇവർ ഈ പിള്ളേർക്കൊന്നും ഇതൊന്നും അറിയില്ലെന്നേ, നല്ല കളിക്കാനൊന്നും അറിയില്ല ഞങ്ങൾക്ക്. നമ്മളെല്ലാം കാലം എന്നെല്ലാം പറഞ്ഞാൽ അതൊരു കാലം തന്നെയല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചേട്ടയുടെ കുറേ കൂട്ടുകാരും ഉണ്ട് കേട്ടോ. കുറച്ച് ആമ്പിള്ളേരൊക്കെയാണ്. അവരുടെ കൂടെയാണ് ഞാൻ ഒരൊറ്റ പെണ്ണ് ഇങ്ങനെ ഓടി നടക്കൽ. പിന്നെ എനിക്കൊരു കൂട്ടുകാർ ധന്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളില്ലാത്ത സമയത്ത് ഇങ്ങനെ ചേട്ടയുടെ കൂട്ടുകാർ തന്നെയാണ് എൻ്റെയും കൂട്ടുകാരിട്ട. അതുകൊണ്ട് ആമ്പിള്ളേർ ഇടക്കാണ് ഞാൻ വളർന്നത്. അപ്പോൾ എന്തായാലും അവർ കളിക്കുന്ന എല്ലാ കളിയും അതൊക്കെ കളിച്ചിട്ട് തന്നെ. അപ്പോൾ എന്തായാലും അടിച്ചു വാരൽ പരിപാടിയാണ് ഇനി വൈകുന്നേരത്തെ പരിപാടി അല്ലേ. ഇതല്ലാണ്ട് പിന്നെ നമുക്കെന്ത് പരിപാടിയെന്ന് എല്ലാവരും സ്ഥിരം ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മോൻ കളിക്കാനൊക്കെ പോയി വരുമ്പോൾ എന്താ ചായക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിന്നപ്പോഴാണ് ആലോചിച്ചത് 2-3 ഉണ്ട പിടിച്ചാലോ എന്ന്. അപ്പോൾ ഇവർക്ക് ഷുഗർ കട്ടായതുകൊണ്ട് മധുരം എന്തായാലും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമല്ലേ വേണ്ടു, ഞങ്ങൾക്ക് അമ്മക്കും നന്ദുവിനും ഒക്കെ ആവുമല്ലോ, 2 ആ ഒരു പരിധി വെച്ചിട്ട് ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വെല്ലവും നമ്മളെ തേങ്ങയൊക്കെ ചിരണ്ടി ടപ്പ് എന്ന് പറഞ്ഞ പരിപാടി എഴുന്നിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടയൊക്കെ പിടിച്ച് എനിക്ക് മഴയും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടയൊക്കെ തിന്നിരിക്കാൻ വേണ്ടി നല്ല രസമല്ലേ. അകത്ത് തന്നെ ആയിട്ട് ഇപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയിട്ട് എന്താ വാങ്ങിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന് ഇത് പിടിച്ച് വെച്ചേട്ടാ. വരുമ്പോൾ എന്താണെന്നല്ല, ഇതാകുമ്പോൾ പിന്നെയും വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഉണ്ട എന്നുള്ളതിന് കുറച്ച് ഷേപ്പൊക്കെ മാറ്റിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് വിളക്ക് വെക്കാനുള്ള സമയമൊക്കെ ആയിട്ടാണ്. ഇത് ഇങ്ങനെ പിടിക്കാൻ നോക്കിയിട്ട് ഇതിൻ്റെ ശർക്കരപ്പാനി കുറച്ച് കൂടുതലായിപ്പോയി. അമ്മ ആ സമയമായപ്പോഴേക്കും വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഏകദേശം ഉണ്ടയും അതുപോലെ തന്നെ നീളത്തിലും പിടി പോലെയൊക്കെ പിടിച്ച് എന്തൊക്കെയോ ആകൃതി എന്തായാലും ടേസ്റ്റ് ഉണ്ടായിപ്പോരേ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ വിളക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആവി പറക്കുന്ന ഉണ്ട ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഉണ്ട പിടി എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നീളത്തിലുള്ള ഇതിനകത്ത് നിറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ. ലാസ്റ്റത്തേലൊക്കെ നല്ലോണം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ കുറച്ച് ആകൃതിയിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഉണ്ട എന്ന് തന്നെ വേണം പറയാൻ.
അങ്ങനെ ഒന്നെടുത്ത് ഞാൻ ചൂടോടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്വാദുണ്ട്. അവയപ്പിനെ കാണിക്കാനും നിന്നിട്ടില്ല, ഒന്നും നിന്നിട്ടില്ല. അവയപ്പ് ഇത് ആക്കണത് കണ്ടിട്ട് പോയതാട്ടോ. കാരണം ഇത് എന്തിനാണ് നമ്മൾ വെറുതെ ഷുഗർ കട്ടുള്ളവരെ പ്രേരിപ്പിച്ചിട്ട് അത് കഴിപ്പിക്കാൻ വേണ്ടി അല്ലേ, അവരത്രയും റിസ്ക് എടുത്തിട്ടൊക്കെ നിൽക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് മാത്രം ഒരു 5-8 എണ്ണം ആക്കി വെച്ച്. അങ്ങനെ എൻ്റെ മോൻ വന്ന് കുളിച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വൈകുന്നേരം ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഞങ്ങൾ ഭക്ഷണം കേട്ടോ. വൈകിയൊക്കെ ഇങ്ങനെ ഭക്ഷണം ചായ കുടിക്കുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ തന്നെ, പിന്നെ വലിയ രീതിയിലൊന്നുമില്ല. പിന്നെ ഉച്ചക്കലത്തെ കറിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിക്കും. ഇനി എന്തോ കാണിക്കണ്ടേ അല്ലേ, അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. പുറത്ത് നല്ല മഴയും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി എന്താ നിങ്ങളോട് പറയണ്ടേ. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു ദിവസം അടുത്ത ദിവസം നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.